ശപിക്കപ്പെട്ട പിശാചിന് ഏറെ ദേഷ്യമുള്ളൊരു സൂറത്ത്, ഒരു ചെറിയ സൂറത്തുണ്ട്. ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആ സൂറത്ത് ഏതാണ്, അതിൻ്റെ ആശയം, അതിൻ്റെ തഫ്സീറും ഒക്കെ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്വർത്ഥമാക്കാൻ പറ്റിയ രീതിയിലൊന്ന് പഠിക്കണം, അല്ലേ? ആ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവലാണ്, ഈമാനിന് അള്ളാഹു സംരക്ഷണം തരും, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ലഭിക്കും, ശിർക്കിലേക്ക് പെട്ടുപോകുന്നതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കും. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലങ്ങൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ആദ്യ മഹത്തരമായൊരു സൂറത്ത്. ചെറിയ സൂറത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്ത് ഏതാണെന്ന് പഠിക്കണ്ടേ, അതിൻ്റെ ആശയം പഠിക്കണ്ടേ, മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാ സങ്കടങ്ങളെയും നീക്കി റാഹത്തുള്ള ജീവിതം കരുണക്കടലായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ആളുകളാണ് പൈശാചിക ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, ഇല്ലേ? പിശാചിൻ്റെ ഉപദ്രവം, സിഹറ് കൊണ്ട്, കണ്ണേറ് കൊണ്ട് ഒരു സ്വസ്ഥതയില്ല ഉസ്താദെ, സമാധാനമില്ല, ജോലിക്ക് പോയാൽ മടിയാണ്, മക്കൾക്കാണെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല, പരീക്ഷ എത്തിക്കഴിഞ്ഞാൽ മടിയാണ്, തോറ്റുപോകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധികളായി ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരികയാണ്. ഈ സമയത്ത് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടിത്തരുന്ന അതിവിശിഷ്ടമായൊരു സൂറത്തുണ്ട്. ഈ സൂറത്തിന് മറ്റൊരുപാട് അനേകം പ്രതിഫലങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈമാനിന് കാവലാണത്രേ. നമ്മുടെ ഈമാനിന് കാവലാണ്. ശിർക്കിലേക്ക് പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കാൻ ഈ സൂറത്ത് മതി എന്നാണ്. അപ്പം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ആ സൂറത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതിൻ്റെ തഫ്സീർ വളരെ ചെറിയ നിലക്ക്. എപ്പോഴാണ് ആ സൂറത്ത് ഇറങ്ങിയത്, സൂറത്തിൻ്റെ ആശയം എന്താണ്, ആശയം അറിഞ്ഞ് നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ഇഖ്ലാസ് അങ്ങ് വർദ്ധിക്കും, അല്ലേ? ആശയം പറഞ്ഞ് ഓതുമ്പോൾ ഇഖ്ലാസ് അങ്ങ് വർദ്ധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ആശയമൊക്കെ കൂടെ ഒന്ന് പഠിക്കണ്ടേ. ഏതാണ് ആ സൂറത്ത് എന്ന് ആദ്യം ഒന്ന് പറയാം. ഏതാണ് ആ സൂറത്ത്? അത് സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നമുക്കേറെ സുപരിചിതമായൊരു സൂറത്താണ്. ഉസ്താദെ, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ സൂറത്തിനൊക്കെ ഇത്രയും മഹത്വമുണ്ടോ? പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടു നോക്ക്. ഈ സൂറത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ഈ സൂറത്ത് മക്കിയാണ്. മക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുൻപ് ഇറങ്ങിയ സൂറത്താണ്. ഒരുപാട് പേരുകളുണ്ട് ഈ സൂറത്തിന്. അതായത് ഒരു വസ്തുവിൻ്റെ പേരുകൾ വർദ്ധിക്കുന്നത് അത് മഹത്വം, അതിനേറെ മഹത്വമുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടെയാണല്ലോ. അപ്പോൾ ഈ സൂറത്തിൻ്റെ ഒരു പേരാണ് അദ്ദീൻ, സൂറത്തുദ്ദീൻ. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഇബാദ. കണ്ടോ, ഇങ്ങനെ ഒരുപാട് പേരുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ സൂറത്താണ്. ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു സൂറത്ത് വിശുദ്ധ ഖുർആനിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 1/3 ഓതിയതിന് തുല്യമാണ്. 3 തവണ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഖുർആൻ ഖത്മ് ചെയ്തതിൻ്റെ പ്രതിഫലം, അതുപോലൊരു പ്രതിഫലം അവന് ലഭിക്കും, അല്ലേ? എന്നാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തഅദിലു റുബ്അൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/4 സമാനാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത്. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് 4 തവണ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഖത്മ് ചെയ്തതുപോലൊരു പ്രതിഫലം അവൻ അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത്ര അത്ഭുതകരമായ സൂറത്താണ്. ഇനി ആ സൂറത്ത് ഉറങ്ങാൻ പോകാൻ നേരത്ത് നിങ്ങൾ ഓതാറുണ്ടോ? ഹബീബായ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ കിടക്കപ്പായിലേക്ക് പോകണ നേരത്ത് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്താ? ഫഇന്നഹ ബറാഅത്തും മിന ശിർക്കി, ശിർക്കിൽ നിന്ന് വിദൂരത്താക്കപ്പെട്ട സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതിയിട്ട് ശരീരത്തിൽ തടവിയിട്ട് കിടക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഈമാനിന് അള്ളാഹു അങ്ങ് കാവൽ കൊടുക്കും. ശിർക്കിലേക്ക് പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ അള്ളാഹു അവനെ സംരക്ഷിച്ചത് കൊണ്ട് തന്നെ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ അവന് മേൽ ഫലിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പിശാചിന് ഈ സൂറത്തിനോട് ഭയങ്കര ദേഷ്യം. ഇത് ഓതുമ്പോൾ പിശാചിങ്ങനെ വരണ്ടോടും, നമ്മുടെ അടുത്ത് നിൽക്കൂല, നമ്മുടെ അടുത്തേക്ക് വരാൻ പോലും കഴിയാത്തവണ്ണം ഈ സൂറത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ഇഖ്ലാസോടെ ഓതുന്നൊരു മനുഷ്യനിൽ നിന്ന് പിശാച് മാറി നിൽക്കും, അള്ളാഹുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതൽ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ. സുബഹ നിസ്കാരം, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അല്ലേ?
ഖൈറും മിന ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടണതിനേക്കാൾ ഖൈറാണ് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന് പറയുന്നത്. ഇത്ര ഗൗരവമാണ്. അപ്പോൾ ഈ 2 റക്അത്ത് സുന്നത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്താണ്. അതുപോലെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിൽ മുത്തുനബി തങ്ങൾ ആദ്യത്തെ റക്അത്തിൽ ഓതിയിരുന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്താണ് കേട്ടോ. അപ്പോൾ അത്ര മഹത്തരമായ മുത്തുനബി തങ്ങൾ ഏറെ പരിഗണിച്ചൊരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഇനി അതിൻ്റെ ആശയത്തിലേക്ക് വരാം അല്ലേ. ഇതിൻ്റെ പ്രമേയം എന്താണ്? പ്രമേയം എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ വ്യാപനമാണ്. സൂറത്തുൽ കാഫിറൂൻ മുഴുവൻ തൗഹീദാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ വിവരണമാണ്. ഇതിറങ്ങാനുണ്ടായ സാഹചര്യം എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരിക്കലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴേ, അന്ന് മുത്തുനബി തങ്ങൾ ദീൻ പറയാൻ തുടങ്ങിയപ്പോൾ മക്കക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അവർ പ്രഷർ ഇങ്ങനെ കയറിയിട്ട് ആകെ ഇടങ്ങേറായി നിൽക്കുന്ന സമയത്ത് കുറച്ച് മക്കത്തെ ഖുറൈശികൾ ഇല്ലേ, അതിൽ ഉബയ്യ് ഇബ്നു ഖലഫുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് മുത്തുനബി തങ്ങളുടെ സമീപത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മുഹമ്മദേ നമുക്കൊരു കരാറ് വെച്ചാലോ, നമുക്കിടയിൽ ഒരു ഐക്യമൊക്കെ വേണ്ടേ, ഒരു കരാറ് നമുക്ക് റെഡിയാക്കിയാലോ. എന്താ കരാറ്? ഒരു കൊല്ലം, ആദ്യത്തെ ഒരു കൊല്ലം നിൻ്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, നിങ്ങളുടെ ദൈവത്തെ ഒരു കൊല്ലം ഞങ്ങൾ ആരാധിക്കാം, അടുത്ത കൊല്ലം ഞങ്ങളുടെ ദൈവത്തെ നിങ്ങളും ആരാധിക്കണം. എന്താ പറഞ്ഞത്? ആദ്യത്തെ കൊല്ലം നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും, അടുത്ത കൊല്ലം ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. കണ്ടോ? അപ്പോൾ പിന്നെ നമുക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളുടെ ദൈവമാണ് ശരിയെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടില്ലേ, ഞങ്ങൾ ആരാധിച്ചില്ലേ. ഇനി ഞങ്ങളുടെ ദൈവമാണ് ശരിയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. കണ്ടോ? അപ്പോൾ നമുക്കിടയിൽ ഒരു ഐക്യത്തിന് ചാൻസ് ഉണ്ടെന്നേ ഹബീബായ തങ്ങൾ ചാടി എണീറ്റും അള്ളാഹു കാവൽ നൽകട്ടെ, അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വം അള്ളാഹു നൽകട്ടെ, പടച്ചവനോട് കാവൽ തേടുകയാണ്, ശിർക്കിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. മനസ്സിലായോ? ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ മുത്തുനബി തങ്ങൾ നേരെ ഹറമിൻ്റെ ഭാഗത്തേക്ക് പോയി കഅബാലയത്തിൻ്റെ ചോട്ടിൽ ചെന്നു. അവിടെയുള്ള മക്ക ഖുറൈശികളുണ്ടായിരുന്നു, വലിയ ഖുറൈശികൾ, അവരുടെ മുഖത്ത് നോക്കി ഓതിയ സൂറത്തും കൂടെയാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത്. നമുക്കൊന്ന് ഓതിയാലോ? മനോഹരമാണ്. ഖുർആൻ ഓതുമ്പോഴേ കൃത്യമായി തജ്വീദോടുകൂടെ ഓതണം. പലയിടത്തും മദ്ദുകളുണ്ട് സൂറത്തുൽ കാഫിറൂൻ, മനോഹരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅബദതും വലാ أنتم عابدون ما أعبد لكم دينكم ولي دين. എത്ര ഹൃദ്യമായ സൂറത്താണ് അല്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്കതിൽ ആശയം പഠിച്ചാലോ? ചെറിയ നിലക്ക് ഖുൽ നബിയെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ. അപ്പോൾ അവിശ്വാസികളോട് മുത്തുനബി തങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ ആരാധിക്കുന്ന ലാത്ത ഉസ്സ മനാത്ത പോലുള്ള ദൈവങ്ങളെയൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കണില്ല. ഞാൻ ആരാധിക്കുന്ന എൻ്റെ റബ്ബുണ്ടല്ലോ അള്ളാഹു, ആ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അപ്പോൾ ആദ്യം പറഞ്ഞെന്താ? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് പറയുന്ന നോക്കി, ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ വീണ്ടും, വലാ അന ആബിദും മാ അഅബദതും, ഞാൻ ഒരിക്കലും ആരാധിക്കാനേ പോകുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ. എന്താ പറഞ്ഞത്? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാനേ പോകുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കാനേ പോകുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ എനിക്ക് ദീൻ, എൻ്റെ ദീൻ. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആശയം മനസ്സിലായി? വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഈ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് ഇതിൽ? 2 വിഷയങ്ങളുള്ളത്. ഒന്ന്, ദീനിൻ്റെ കാര്യത്തിൽ ഒരാളുടെ മുഖം നോക്കാതെ ദീൻ പറയണമെന്നാണ്. ഒരാളുടെ മുഖം നോക്കണ്ട. ദീനിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ വാപ്പയാണോ ഉമ്മയാണോ അതുപോലെ ഭാര്യയാണോ മക്കളാണോ, ദീനീ വിഷയങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റണം, ദീനിന് വേണ്ടി നിലനിൽക്കാൻ പറ്റണം അല്ലേ.
അള്ളാഹുവും റസൂൽ എന്താണ് പറഞ്ഞത് അവിടെ നിൽക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരാളുടെ ഇഷ്ടം നോക്കി ഞാൻ പോവില്ല. റബ്ബിൻ്റെ ഇഷ്ടം ഞാൻ പരിഗണിക്കും. എൻ്റെ ഇഷ്ടത്തെയാണ് റബ്ബിൻ്റെ ഇഷ്ടത്തെക്കാൾ ഞാൻ പരിഗണിക്കണമെങ്കിൽ ഞാൻ ആരാധിക്കുന്നത് അള്ളാനെയല്ല, എൻ്റെ നഫ്സിനെയാണ്. അപ്പോൾ ഒരു കൊച്ചു ശിർക്ക് അവിടെ വന്നില്ലേ? പറഞ്ഞു മനസ്സിലായ? എൻ്റെ ഇഷ്ടത്തേക്കാൾ റബ്ബിൻ്റെ ഇഷ്ടത്തെ ഞാൻ പരിഗണിക്കണം. പക്ഷേ ഞാനെപ്പോഴും എന്താ ചെയ്യണത്? റബ്ബിൻ്റെ ഇഷ്ടത്തിന് പകരം എൻ്റെ ഇഷ്ടത്തെയാണ് പരിഗണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ ആരാധിക്കുന്നവനാണ്, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവനല്ല. ഒരു ഡ്രസ്സ് ധരിക്കാൻ പോവാണ്, ആരുടെ ഇഷ്ടം നോക്കണം? എൻ്റെ ഇഷ്ടം നോക്കണോ അള്ളാൻ്റെ ഇഷ്ടം നോക്കണോ? അള്ളാൻ്റെ ഇഷ്ടം നോക്കണം. ഈ തലയിലേക്ക് തട്ടിടുമ്പോൾ പല ആളുകളുടെയും തല തട്ടുന്നത് ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് കഴുത്തിലായിരിക്കും. അള്ളാൻ്റെ ഇഷ്ടമല്ല അവിടെ നമുക്ക് വലുത്, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. അള്ളാൻ്റെ ഇഷ്ടം വലുതാണെങ്കിൽ അവരുടെ ഔറത്ത് മറ്റൊരു ആണ് കാണില്ലല്ലോ, കാണൂല. അതുപോലെ സമ്പത്ത്, പൈസ കിട്ടുമ്പോൾ എങ്ങനെ ചിലവാക്കണം? എൻ്റെ ഇഷ്ടത്തിന് ചിലവാക്കണോ അള്ളാൻ്റെ ഇഷ്ടത്തിന് ചിലവാക്കണോ? ജോലി, ഒരു ജോലി കിട്ടി, ഹറാമായ ജോലിയാണ്, അതായത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജോലിക്ക് പോകണോ അള്ളാൻ്റെ ഇഷ്ടം ഇവിടെ പരിഗണിക്കണോ? അള്ളാൻ്റെ ഇഷ്ടം പരിഗണിക്കണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ഇപ്പോൾ ഒരു കല്യാണം എങ്ങനെ നടത്തണം? മാമൂലികളുടെ പിന്നാലെ പോയി അവർ നടത്തിയതുപോലെ ഇവർ നടത്തിയതുപോലെ അല്ലല്ലല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ. കല്യാണം മുത്തുനബി തങ്ങളുടെ സുന്നത്താൻ, അന്നിക്കാഹുവിൻ സുന്നത്തി, എൻ്റെ സുന്നത്താൻ. സുന്നത്തുകളെ മലീമസമാക്കുന്ന പേക്കുത്തുകളായി കല്യാണം മാറിക്കഴിഞ്ഞാൽ ആ ജീവിതം തന്നെ നശിച്ചു. അതായത് ആദ്യമൊക്കെ ഒരു രസം ഉണ്ടാവും, പിന്നെ പതിയെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്ന് ജീവിതം കുഡിസായി മാറും. കാരണം കല്യാണം മുത്തുനബിയുടെ സുന്നത്താൻ. ആ മുത്തുനബിയുടെ സുന്നത്തിനെ മലീമസമാക്കുന്ന മനുഷ്യരെ ജീവിതം തകർന്നു പോകും കേട്ടോ. അപ്പോൾ കല്യാണ സമയത്ത് നാട്ടുകാരെന്ത് പറയും? കുടുംബക്കാരോട് എങ്ങനെ നോക്കും? ഒരു ഡാൻസെങ്കിലും ഇല്ലാതെ, ഇല്ലേ? ഒരു ഡാൻസും കൂടെ ഇല്ലാതെ എങ്ങനെയാണ്? യാ അല്ലാഹ്, ആലോചിക്കും എന്തെല്ലാം പേക്കൂത്തരം. അപ്പോൾ ഞാൻ 1-2 ആഴ്ച മുമ്പ് ഒരു കല്യാണത്തിന് സ്റ്റേജിൽ ഞാൻ ഇരിക്കുകയാണ്. പടച്ചോനൊരു പെണ്ണിനെ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഞാനുണ്ട്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തങ്ങളുണ്ട്. ഒരു മര്യാദയില്ലേ മനുഷ്യന്മാർക്ക്? നമ്മളൊന്നും പരിഗണിക്കേണ്ട, സയ്യിദിനെയൊക്കൊന്നും പരിഗണിച്ചുകൂടെ? ഒരു പെണ്ണ് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരുന്നത് ഇങ്ങനെ കൈയും പിടിച്ചുണ്ട്. എന്താണ് എൻ്റെ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്നത്? നീ എൻ്റെ മുഹബത്തിൻ സുൽത്താൻ. ആലോചിച്ചൊക്കെ ഇതൊക്കെ എവിടെ എന്താ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ. സത്യം പറഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 കൊടുക്കാൻ തോന്നി. പക്ഷെ പറയുന്ന ആലോചിച്ച് ഇവർക്കൊക്കെ ഒരു ബോധം വേണ്ടേ? അള്ളാൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനല്ലേ ഇപ്പോൾ കൂത്ത് കാണിക്കുന്നത്? എൻ്റെ ഈ ശബ്ദം അവർ കേൾക്കും എന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ പറയണത്. കേൾക്കണം മകളെ. നിങ്ങൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ സമാധാനമുള്ള ജീവിതം കിട്ടൂല കേട്ടോ. അള്ളാൻ്റെ ഹബീബിൻ്റെ സുന്നത്താണത് നിങ്ങൾ ഈ മലീമസമാക്കണത്. നിങ്ങൾ ഈ പേക്കൂത്ത് കാണിക്കണത് അള്ളാൻ്റെ ഹബീബിൻ്റെ സുന്നത്തിന് മുമ്പിൽ വെച്ചിട്ടാണ്. അവിടെ നിങ്ങൾ അള്ളാൻ്റെ ഇഷ്ടം നോക്കിയില്ല, നാട്ടുകാരുടെ ഇഷ്ടം നോക്കി, മക്കളുടെ തോന്നിയ വസ്തു അങ്ങ് വിട്ടുകൊടുത്തു അല്ലേ? അള്ളാഹ് വെറുതെ വിടും നിങ്ങളെ? ഈ കുല്യായുൽ കാഫിറൂൻ സൂറത്തിൽ പറയുന്ന എന്താ? എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അള്ളാൻ്റെ ദീൻ വെട്ടിത്തുറന്ന് പറയാൻ കഴിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ എയറിലായിരുന്നു, എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം എന്താ? എൻ്റെ ഒരു ക്ലിപ്പ്, ഓണാഘോഷവുമായി ബന്ധപ്പെട്ടൊരു ക്ലിപ്പ് എടുത്ത് ഇപ്പുറത്ത് സംഘികൾ, ഇപ്പുറത്ത് ക്രിസംഘികൾ, ഇവിടെ കുറേ മുസംഘികൾ, എല്ലാം കൂടെ, അതിൻ്റെ ഇടയിൽ കുറേ വഹാബികളും എല്ലാം കൂടെ വന്ന് അങ്ങ് ട്രോളാണ്. കാരണം വഹാബികൾക്ക് തന്നെ ഉണ്ട്, തലയിൽ കെട്ടിയ ഒരാളങ്ങനെ പറയാൻ പാടില്ലല്ലോ, നമ്മുടെ ആൾ പറയേണ്ടതല്ലേ എന്നാണ്. അതങ്ങനെ കുറേ കുറുക്കന്മാരാണ്. അള്ളാഹു എല്ലാത്തിനും നന്നാക്കി കൊടുക്കട്ടെ. ഹിദായത്ത് ലഭിക്കാതെ പോയ പാവപ്പെട്ട ആളുകൾ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. ഓണാഘോഷം നമ്മൾ പറഞ്ഞു, നമ്മൾ പൂക്കളിടാൻ പോകണ്ട, നമ്മൾ പുൽക്കൂടുണ്ടാക്കാനും പോകണ്ട ക്രിസ്മസിന്. എന്നാലോ അവർക്കതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് ക്ഷേത്രത്തിൽ പോവുകയും ക്ഷേത്രത്തിലെ പൂജാരി രാവിലെ എണീറ്റ് ഒന്ന് സുബീസ്കരിക്കുകയും ചെയ്യലല്ല, അതല്ല മതേതരത്വം. മനസ്സിലായോ? പരസ്പരം മനുഷ്യത്വം ഉണ്ടാവുക, എല്ലാ മതക്കാരും ഒരുപോലെ മനുഷ്യനായി കണ്ട് ജീവിക്കുക, അവരവരുടെ ആചാരങ്ങൾ അവരവർ പിന്തുടരുക. അതാണ് ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. മനസ്സിലായോ? മതപരമായ കാര്യങ്ങളിൽ നമ്മൾ കൈകടത്താൻ പോകേണ്ടതില്ല. അവരതായിട്ട് നടന്നോട്ടെ, നമ്മൾ നമ്മുടെ മതമായിട്ട് കിടക്കുക. എന്ത് രാഹത്തുണ്ടാവുക ജീവിതത്തിൽ, അല്ലേ? അങ്ങനെ മതി. എന്നാൽ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അവർ തരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാം. ശിർക്കിൽ ഉപയോഗിക്കാത്ത ഭക്ഷണമാണ് അവർ തരുന്നെങ്കിൽ നമുക്ക് കഴിക്കാം, നമ്മുടെ ഭക്ഷണം അവർക്ക് കൊടുക്കുക. എത്ര ഐക്യത്തോടെ, ഒത്തൊരുമയോടെ, സ്നേഹ സൗഹാർദ്ദത്തോടെ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും നമുക്ക്? മതകീയമായ ആചാരങ്ങളെ കടമെടുത്തെങ്കിലേ മതേതരത്താവും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മതവിഷയങ്ങൾ വരുമ്പോൾ ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. രണ്ടുപേർക്കും വ്യത്യസ്തമായ മതങ്ങളിൽ ജീവിക്കാൻ കഴിയണം, അല്ലേ? അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മതേതരത്വം കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ ഉൾക്കൊള്ളാനുള്ളത്, നമ്മൾ അകാരണമായി തർക്കിക്കാൻ പോകരുത്.
അതായത് വിവരം കെട്ട മനുഷ്യൻ, പഠിക്കാൻ ആഗ്രഹിച്ചു വന്നൊരു അറിവില്ലാത്ത മനുഷ്യൻ ചോദിക്കണത് വേറെയാണ്, തർക്കിക്കാനായിട്ട് വിവരമില്ലാത്തവൻ വരുന്നത് വേറെയാണ്. അപ്പോൾ തർക്കിക്കാൻ വരുന്നവരോട് എന്ത് പറയണം? ലക്കും ദീനക്കും വലിയ ദീൻ, മോനെ എനിക്ക് വേറെ പണിയുണ്ട് വിട്ടോട്ടാ. ഇല്ല, ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനീങ്ങളുടെ അടയാളം പറയുന്നുണ്ട്, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമാ. വിവരമില്ലാത്ത ആളുകളുടെ അടുക്കലൂടെ നടന്നു പോയാൽ അവരെന്ത് പറയും? അവർ തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ, വിവരമില്ലാത്ത ആളുകൾ അവരോട് തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വന്നവരല്ല, തർക്കിക്കാനായിട്ട് ഇങ്ങനെ വരുന്നേ ഒരെണ്ണം ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ബുദ്ധിയുള്ളവർ, ഈമാനുള്ള മുഅ്മിനീങ്ങൾ പറയും, ഖാലു സലാമ, സലാം അലൈക്കും, ഞങ്ങളില്ല കേട്ടോ, നിങ്ങൾ തർക്കിച്ചു, ഞാനില്ല എന്ന് പറഞ്ഞു പോകും. അത് ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളുടെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സൂറത്ത് ഓതുമ്പോൾ ചില ആളുകൾ പറയും ഈ സൂറത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അതെന്തേ? ഓതിയിട്ട് തീരണില്ല, ലാവുദ്വാത്തോ ലാന്തോ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തിനൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരു സൽക്കാരം വെച്ചിട്ടുണ്ട്. അന്ന് ഇച്ചിരി മദ്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കള്ള് നിരോധിച്ചിട്ടില്ല, മദ്യം നിരോധിച്ചിട്ടില്ല, നിരോധിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ എല്ലാ സ്വഭാവത്തും വന്ന് കുറേ പേര് ഇങ്ങനെ കള്ള് കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെ നിസ്കരിക്കാൻ പോവാണ്. നിസ്കരിക്കാൻ വന്നപ്പോൾ ഇമാമ് നല്ല വെള്ളത്തിലാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ കൈ കെട്ടിയിട്ട് ഖുർആൻ ഓതുകയാണ്, അല്ലേ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വനഹ്നു അഅ്ബുദു മാ നഅ്ബുദു. എന്താ പറഞ്ഞത്? എന്തോ തെറ്റിപ്പോയിട്ടുണ്ട് അല്ലേ? എന്താ തെറ്റി പറഞ്ഞെന്താ? നിങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങളെല്ലാവരും ആരാധിക്കുന്നുണ്ട്. അതായത് വായ അങ്ങ് തെറ്റിപ്പോയതാണ്, വായ കുഴഞ്ഞിട്ട് ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്തിറക്കുന്നത്, നിസ്കാര സമയത്ത് നിങ്ങൾ മദ്യപിക്കരുത്. പിന്നെ പതിയെ മൊത്തത്തിൽ നിരോധിക്കണത്. ആദ്യം നിരോധിച്ചത് എന്താ? നിസ്കരിക്കുമ്പോൾ മദ്യം കഴിക്കരുതെന്നായിരുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുതെന്നായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഇങ്ങനെ മാറിപ്പോകാൻ ഭയങ്കര ചാൻസ് ഉള്ള സൂറത്താണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ എല്ലാ ദിവസവും ഏറ്റവും ചുരുക്കി ഒരു 4 തവണയെങ്കിലും ചൊല്ലാം. ഖുർആൻ മുഴുവനായി ഓതിയതിൻ്റെ പോലത്തെ ഒരു പ്രതിഫലം. കിടക്കാൻ നേരത്ത് ഒന്ന് ഓതിയിട്ട് കയ്യിൽ മന്ത്രിച്ചിട്ട് ശരീരം മുഴുവൻ തടവുക. ഇതിടക്കിടക്ക് ഇങ്ങനെ ഓതിക്കൊടുത്താൽ പിശാച് നമ്മിൽ നിന്ന് മാറി നിൽക്കും. ഇതിൻ്റെ അന്തസത്ത ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കാരത്തിനും അല്ലാത്തപ്പോഴൊക്കെ ഓതാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന്, അതായത് ഈ സൂറത്ത് പതിവായി ഓതുന്നൊരു മനുഷ്യന് ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ, ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് കാവൽ. അതിലപ്പുറം എന്താ? ഒരാൾ നമ്മൾ പുത്തനവാദിയോ മുനാഫിക്കോ കാഫിറോ ഒക്കെ ആകുന്നതിലപ്പുറം വലിയ എന്താ നമുക്ക് വരാനുള്ളത്? അതിൽ നിന്ന് കാവൽ ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പടച്ച റബ്ബ് ഈ സൂറത്ത് അന്വർത്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ചോദ്യമാണ്, അതായത് ഒരു പള്ളിയുണ്ട്, ഒരു പള്ളി, ആ പള്ളിയിൽ 2 കിബിലുണ്ട്. ആദ്യത്തെ കിബില എങ്ങടായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. അവിടെ നിന്ന് പിന്നീട് കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചൊരു പള്ളി. അതായത് ഒരു നിസ്കാരത്തിൻ്റെ ഇടയിൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് തിരിയുന്ന ഒരു കാഴ്ച മനോഹരമായി നടന്നൊരു പള്ളിയുണ്ട്. 2 ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആ പള്ളി അറിയപ്പെടുന്ന പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് പതിവായി ചൊല്ലുന്ന ദിക്റിന് ശേഷം ഇച്ചിരി വൈത്തിലിട്ട് നമുക്ക് ദ്വാരക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വലാണ്. മുത്തുനബിയുടെ മദ്ഹുകൾ ഇങ്ങനെ ചൊല്ലുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബിൻ്റെ മദ്ഹിൻ്റെ തണലിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂ للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحا
لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كاللغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صابا وأطرب العساح بالعيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പഠിച്ച ഈ സൂറത്ത് മനോഹരമായി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പൈശാചികതകളിൽ നിന്ന് കാവലേകണയല്ല, ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് സുരക്ഷിതത്വം നൽകണയല്ല. നിൻ്റെ കാവൽ ഞങ്ങൾക്ക് നീ എപ്പോഴും നൽകണേ തമ്പുരാനെ. സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണയല്ല, സമാധാനമുള്ള ജീവിതം നൽകണയല്ല. പടച്ചവനെ, ഇണകൾ അവിഹിതത്തിൽ പെട്ടുപോയി ജീവിതം തകർന്നുപോയ ഒരുപാട് മനുഷ്യർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. യാ റബ്ബനാ, ഹറാമുകളിൽ പെടാതെ ജീവിക്കാൻ, മനോഹരമായ ദാമ്പത്യം ആസ്വദിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകണയല്ല. പൊന്നുമക്കളെ നന്നാക്കണയല്ല. പടച്ചവനെ, അവരുടെ പരീക്ഷകൾ, പരീക്ഷണങ്ങൾ, പഠനങ്ങൾ എല്ലാ മേഖലയിലും അഭിവൃദ്ധി നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല. എത്രയെത്ര അസുഖബാധിതരാണ്, നീ എല്ലാവർക്കും ശിഫാ നൽകണേ തമ്പുരാനെ. കുടുംബത്തിൽ ഐക്യം സമാധാനവും നൽകണേ അല്ലാ. മനസ്സിലുള്ള മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് മനോഹരമായ തൊഴിൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രവാസികൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും കബറുകളിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സേകണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സിലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല, പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന, ഇതിനെ മഹബത്ത് വെക്കുന്നവരെ അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.